ഇതാണ് നമ്മളെ കേരളത്തിലെ ആദ്യത്തെ കമ്പൂച്ച ഓൺ ടാപ്പ്. ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന കമ്പൂച്ച എല്ലാം നമ്മളെ ഫാമിൽ ഉണ്ടാവുന്ന ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന കമ്പൂച്ചയാണ്. ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കമ്പൂച്ചയാണ്. സാധാരണ മാർക്കറ്റിൽ അധികം കണ്ടിട്ടില്ലാത്തൊരു ഡ്രൈ പ്രോഡക്റ്റ് ആണ് ഇത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഡ്രൈ പ്രോഡക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടി വളരെ കാല ശ്രമത്തിന് ശേഷം ഞാൻ ഈ മെഷീന്റെ ഒരു സോഴ്സ് കണ്ടെത്തിയത്. ഇതിനെ കട്ട് ചെയ്ത് നേരെ ട്രൈ ചെയ്യുന്നു. അതിനകത്ത് മറ്റൊന്നും ആഡ് ചെയ്യുകയോ അതൊന്നും എടുത്തു മാറ്റുകയോ ചെയ്യുന്നില്ല. ഇത് അബിയു എന്ന് പറഞ്ഞ എക്സോട്ടിക് ഫ്രൂട്ടിന്റെ കമ്പൂച്ചയാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ബ്ലൂ പി അശ്വഗന്ധ. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി. ഇതിനകത്ത് യാതൊരു വിധമായ ബ്ലാക്ക് സ്പോട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ജൈവവളം കൂടുതൽ കൊടുത്താലുള്ള പ്രധാന ഗുണം പഴത്തിന് ടേസ്റ്റ് ഉണ്ടാവും. പഴത്തിന് ടേസ്റ്റ് ഉണ്ടാകുമ്പം കഴിക്കുന്നവർക്ക് ശരീരത്തിന് നല്ലതാണ്. കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവും. കൊമേഴ്സ്യലി നല്ലതാണ്, വാങ്ങി കഴിക്കുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കാര്യമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഉണ്ടായിരുന്നില്ല. എൻ്റെ പേര് അനു വിജയൻ. 13 വർഷം മുമ്പ് എൻ്റെ ഫാദർ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫാമാണ് വൈശാഖ് ഗാർഡൻസ്. മെയിൻലി ഡ്രാഗൺ ഫ്രൂട്ടും റംബൂട്ടാനും ഒക്കെയാണ്. അതിൽ നിന്ന് മാറി കുറച്ചുകൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്താണ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. സോ ഐ ഹാൻഡിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആൻഡ് മാർക്കറ്റിംഗ് സൈഡ് ഓഫ് വൈശാഖ് ഗാർഡൻസ്. ഫാം സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് തണ്ണിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഫാം ഔട്ട്ലെറ്റ് ആണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ കൊറോങ്കോണം ജംഗ്ഷനിലാണ് നമ്മൾ ഫാം ഔട്ട്ലെറ്റുള്ളത്. പിന്നെ കമ്പൂച്ച ഓൺ ടാപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റും ഈ രണ്ട് സ്റ്റോറും സൈമൾട്ടേനിയസ്ലി അടുത്തടുത്താണ്. എൻ്റെ പേര് വിജയൻ. ബേസിക്കലി ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. നേവിയിലായിരുന്നു. ഗൾഫിൽ പവർ സ്റ്റേഷനിലും പോർട്ടിലും ഉണ്ടായിരുന്നു. ഇൻറോയൽ ഫർണിച്ചറിൻ്റെ ഡയറക്ടറായിരുന്നു. പക്ഷേ ഈ കാലങ്ങളിലെല്ലാം എനിക്ക് കൃഷിയോടായിരുന്നു കൂടുതൽ താല്പര്യം. ഇത് നമ്മുടെ ക്ലീനിങ്, പാക്കിംഗ് ആൻഡ് സോർട്ടിങ് ഏരിയയാണിത്. നോർമലി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏതാണ്ട് ഒരു 2-3 ദിവസത്തിന് അത് ഹാർവെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അന്ന് ഓർഡർ വരുന്നത് അന്ന് പാക്ക് ചെയ്യും. ബാക്കി വരുന്ന കോൾഡ് സ്റ്റോറിലേക്ക് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് ഡിമാൻഡ് അനുസരിച്ച് സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിലും ഹോൾസെയിലേഴ്സിനും ഡിസ്പ്ലേ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. ഇത് നമ്മുടെ ഫാം ഔട്ട്ലെറ്റാണ്. നമ്മുടെ ഫാമിൽ എല്ലാ പ്രോഡക്ട്സും ഇവിടെ കിട്ടും. റീറ്റെയിലായിട്ടും കിട്ടും, ഹോൾസെയിലായിട്ടും കിട്ടും. ഇതെൻ്റെ വൈഫാണ് ശോഭന. പിന്നെ 3 പെൺമക്കളുണ്ട്. അവരും ഇൻവോൾവ് ആണ്. ഫാം മാനേജ് ചെയ്യുന്നത് ഞാനും വൈഫും കൂടിയാണ്. ഇത് നമ്മൾ കമ്പൂച്ച ഓൺ ടാപ്പ് എന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കമ്പൂച്ച എന്ന് പറയുന്നത് റിയൽ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഫ്ലേവർ ചെയ്യുന്നത്. ഏത് സീസണൽ ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്ലേവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലൈവായിട്ട് നിങ്ങൾക്ക് കമ്പൂച്ച വന്ന് 30 ml ഷോട്ട്സ് അവൈലബിൾ ആണ്. ടേസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഗ്രാബ് ചെയ്തുകൊണ്ട് പോവുക. നമുക്കൊരു 25 പ്രോഡക്ട്സോളം അവൈലബിൾ ആണ്. നമ്മളെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നോ പ്രിസർവേറ്റീവ്സ്, നോ അഡിറ്റീവ്സ് ആൻഡ് നോ ആഡഡ് കളേഴ്സ്. ഇതെല്ലാം നമ്മളെ ഫാമിലെ പ്രോഡക്ട്സുകളാണ്. നമ്മൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് പാൻ ഇന്ത്യ അവൈലബിൾ ആണ്. നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് കമ്പൂച്ച.